കിടക്കണ ദീപകേട്ടൻ അമ്മയുടെ കരച്ചിൽ നീ കാണുന്നുണ്ടാ? ഏ ആ മരിച്ചു കിടക്കണ ദീപകേട്ടനെ നീ കാണുന്നുണ്ടാ? നീ ഒന്ന് ഓർത്തോ, ആ അമ്മയുടെ ഓരോ തുള്ളി കണ്ണുനീരും നീ വില പറയേണ്ടി വരും. നിനക്ക് റീച്ചിന് വേണ്ടി, ഒരു നേരത്തെ റീച്ചിന് വേണ്ടി നീ കാണിച്ച കൂട്ടിയതിന് പുന്നാരമോളെ നീ മറുപടി പറയേണ്ടി വരും. നീ അനുഭവിക്കാണ്ട് നീ പോവൂല. ആ അമ്മയുടെ കണ്ണുനീരും നീ വില പറയേണ്ടി വരും. നിന്റെ ഒരു നേരത്തെ റീച്ചിന് എന്തോരം കാര്യമുണ്ട് ഈ ലോകത്ത് നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ. ഒരു മനുഷ്യന്റെ ജീവൻ എടുത്താണ് നിനക്ക് റീച്ച് ഉണ്ടാക്കേണ്ടത്. നീ എവിടെ വിളിച്ചാലും നീ അനുഭവിക്കും. നീ ആ അമ്മയുടെ കണ്ണുനീരും നീ അനുഭവിക്കും. നീ ഓർത്തോ, നീ എവിടെ പോയി വിളിച്ചാലും ആ അമ്മയുടെ കണ്ണുനീരിന്ന് പൊടിഞ്ഞ കണ്ണീരിന് നീ വില പറയേണ്ടി വരും. ഒരു നേരത്തെ റീച്ചിന് വേണ്ടിയാണ് നീ ചെയ്തത്. നീയാണ് അങ്ങോട്ട് അയാളെ ഇങ്ങനെ കുത്താൻ വേണ്ടി, നമ്മുടെ ദീപകേട്ടനെ കുത്താൻ വേണ്ടി നീ പോയത്. ഇനി നിയമപാലകരോട് പറയാനുള്ളത്, സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ കുറെ നിയമങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടി നിങ്ങൾ എന്ത് കൊണ്ടുവന്ന്? ആ കിടക്കുന്ന മനുഷ്യൻ ചത്ത് കിടക്കുമ്പോ നോക്കരുത്, അത് പുരുഷനാണ്, നോക്കരുത്. ഒരു സ്ത്രീയാണ്. ഇപ്പൊ തിരിച്ച് അവൾക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നീയൊക്കെ ഇവിടെ കിടന്നുണ്ടാക്കുന്ന കോലാഹലമൊക്കെ നമ്മൾ കാണും. തിരിച്ച് അവൾക്കാണ് ഇതുപോലെ സംഭവിച്ചെങ്കിൽ എന്തോരം ആക്ഷേപണം ആ ദീപകേട്ടനും ആയതുകൊണ്ട് കുടുംബത്തിനുണ്ട്. തിരിച്ച് സംഭവിച്ചിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. ഇതിപ്പോ ഒരു പുരുഷനായോണ്ടല്ലേ നിങ്ങൾക്കൊന്നും ഒരു ചൂടില്ലാത്തത്. ഇതിന്റെ പരിഹാരമായിട്ട് കുറച്ച് പണം അവർക്ക് കൊടുത്താലോ, ആ അമ്മയ്ക്ക് കൊടുത്താൽ ആ അമ്മയുടെ മോന് പകരമാവൂല. എത്ര ലക്ഷം, എത്ര കോടി കൊടുത്താലും ആ അമ്മയുടെ മകന് പകരമാവൂല. എത്ര കോടി വെച്ചു കൊടുത്താലും ആ അമ്മയുടെ മോന് ഒന്നിനും പകരം വെക്കാനാവൂല. അത് നിങ്ങൾ നിയമപാലകരും എല്ലാരും മനസ്സിലാക്കൂ. നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ പലതും കൊണ്ടുവരുന്നുണ്ട്. പുരുഷന്മാർക്ക് നിങ്ങൾ കാണുന്നില്ല. എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യും? പറ, എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യും? ആ പാവമ്മയുടെ സ്വന്തം മകൻ അവരുടെ കൺമുമ്പിൽ മരിച്ചു കിടക്കണം. അവരുടെ അവസ്ഥ എന്താണെന്ന് നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാ? അവർക്കുണ്ടാണ് അവരുടെ വിഷമം നീയൊക്കെ അറിഞ്ഞിട്ടുണ്ടാ? എടാ, അത് നീയൊന്നും അറിയില്ല. അതിനൊക്കെ നീയൊക്കെ ഒരു അമ്മയാവണ. അമ്മയുടെ വില എന്താണെന്നൊക്കെ മനസ്സിലാകണം. ആ അമ്മയുടെ ഉള്ളിൽ അന്നേരം ഉണ്ടായ സങ്കടം ഇനി ഒരാൾക്കും വരാതിരിക്കട്ടെ. ഇതുപോലത്തെ ഒരു സംഭവം ഇനി ഒരാൾക്കും വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് വിശ്വാസം നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യും? ബസ്സിൽ നല്ല പൊതു സംഭവങ്ങൾ എങ്ങനെ യാത്ര ചെയ്യും? എല്ലാവരും എനിക്ക് പറയാനുള്ളത്, മിക്കവരും ലോൺ എടുത്താണെങ്കിൽ കാറോ ബൈക്കോ മേടിച്ചോ, അതാ നല്ലത്. നമ്മുടെ ജീവനും നമ്മുടെ അഭിമാനത്തിനും നമ്മുടെ കുടുംബത്തിനൊക്കെ നല്ല അതാണ്. ഇതുപോലത്തുള്ള കുറെ പുന്നാര മോളുകൾ ഇനിയുണ്ട്. ഇതുപോലത്തെ റീച്ചിന് വേണ്ടി അവർക്കൊന്നും കുടുംബ പശ്ചാത്തലമൊന്നും നോക്കേണ്ട കാര്യമില്ല. റീച്ചാണ് അവർക്ക് വേണ്ട. റീച്ച് എന്ത് തോന്നിയാസം കാണിച്ചാലും റീച്ച് കിട്ടിയാൽ മതി നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. എനിക്ക് നിങ്ങളാണ് പറയേണ്ടത്, സൂക്ഷിക്കണം. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരാളും കൂടെ നിൽക്കില്ല. എത്രയൊക്കെ അവർ തെറ്റുകാരാണെങ്കിലും അവരെ പുകഴ്ത്താൻ ആൾക്കാർ. ഞാനൊക്കെ വല്ലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്നവനാ. ഇനി ബസ് യാത്ര നമുക്ക് പേടിയാണ്. നാളെ ഒരുത്തി പോകുമ്പോൾ ഇതുപോലെയൊക്കെ എടുത്ത് അവള് റീച്ചിന് വേണ്ടി അവളെ റീച്ച് കാണിക്കും. അവർക്കൊന്നും കുടുംബോ ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല. അവർക്ക് റീച്ച് മതി, റീച്ച്. എടി, നീയൊക്കെ ഇതുപോലെ ഇന്ന ആളെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും അങ്ങനെയാണെന്നും പറയുന്നില്ല. ഈ റീച്ച് ഉണ്ടാക്കുന്ന പുന്നാര മക്കളോട് എനിക്ക് പറയാനുള്ളത്, സ്വന്തം നീയൊക്കെ നിന്റെ കുടുംബത്തിൽ ഇതുപോലെ വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവരൊക്കെ എത്ര ഉള്ളിൽ നീറുന്നുണ്ടാവുന്നേ. ആ ദീപകേട്ടന്റെ അമ്മ ചിന്തിയോട് എനിക്കാ പറയാനുള്ളത്. പുന്നാര മോളെ, നീ ഇതിന് കരയും. ആ അമ്മയുടെ ഓരോ തുള്ളി കണ്ണീരിൽ നീ കരയും. നീ അനുഭവിക്കും. നീ അനുഭവിക്കാണ്ട് ഇവിടുന്ന് നീ പോവൂല. നീ എവിടെ പോയി വിളിച്ചാലും നീ അനുഭവിക്കും മോളെ, നീ അനുഭവിക്കും. ആ അമ്മയുടെ കണ്ണുനീര് അതിന് നീ അനുഭവിക്കും. അവിടെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ സപ്പോർട്ട് ചെയ്യേ. ഒരു നാള് നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെ വരുമ്പോ സപ്പോർട്ട് ചെയ്യണം. ഈ സപ്പോർട്ടിനുള്ള നന്ദിയും കടപ്പാടും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചോ.